46 മോട്ടോർ പമ്പുകൾ. കുടിവെള്ളം എത്തുന്നത് ഏതാണ്ട് 250ഓളം കുടുംബങ്ങളിലേക്കാണ്. എന്നിട്ടും ഒരിക്കൽ പോലും ഈ കിണർ വറ്റിയിട്ടില്ല. കുടിവെള്ളത്തിനായി പരക്കം പാഞ്ഞിരുന്ന ഒരു കാലം ചിലവെന്ന ഈ ഗ്രാമത്തിനുമുണ്ടായിരുന്നു. 1990-ലാണ് ഈ നാടിന്റെ തലവര മാറുന്നത്. മതപ്രഭാഷകനും അറബിക് കോളേജ് അധ്യാപകനുമായ ഹസൻ മൗലവി ആ കാലത്താണ് ഇവിടെ താമസത്തിനെത്തുന്നത്. അതിൻ്റെ പറമ്പിലായിരുന്നു. അവരങ്ങനെ കുറച്ചൊക്കെ ഓലി പോലെ കുത്തിവെച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഓരോ ദിവസം വെള്ളം തീരുന്നതോറും ഞങ്ങളെല്ലാവരും കൂടി അങ്ങനെ താത്തിയും പറക്കി അങ്ങനെ കുറേ ഇങ്ങനെ താത്തി. അത് കഴിയുമ്പോൾ പിന്നെ ആയപ്പോഴത്തേക്കും പിന്നെ വെള്ളം ഇഷ്ടം പോലെ ആയി. അങ്ങനെ വന്ന് മോട്ടറുകൾ വന്നു ഇഷ്ടം പോലെ. അത് കഴിയുമ്പോൾ ഞങ്ങൾ മോട്ടർ വെച്ചു. അങ്ങനെ ഉസ്താദിനെ പടച്ചവൻ ആഫിയത്ത് കൊടുക്കട്ടെ. കാലം കുറെ കടന്നു പോയിരിക്കുന്നു. ചിലവിൽ 60 സെന്റ് ഭൂമി ഉണ്ടായിരുന്ന ഹസൻ മൗലവി 58.5 സെന്റ് ഭൂമിയും വിറ്റ് മറ്റൊരിടത്ത് താമസമാക്കി. അപ്പോഴും അദ്ദേഹം ഈ കിണറിരിക്കുന്ന 1.5 സെന്റ് ഭൂമി ആർക്കും നൽകിയില്ല. അത് ഈ നാടിനായി സമർപ്പിച്ചു. വെള്ളത്തിൻ്റെ ആവശ്യത്തിന് ആര് വരുന്നു അവർക്ക് ഉപയോഗിക്കാനായിട്ട് അത് അദ്ദേഹം കൊടുത്തിരിക്കുക. ആർക്കും അവകാശം പറയാൻ പറ്റത്തില്ല അതിനകത്ത്. അങ്ങനെ അത് യഥേഷ്ട ആളുകൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു മോട്ടോർ പമ്പ് ഉപയോഗിച്ച് പമ്പ് ചെയ്യുന്ന വെള്ളം പല കുടുംബങ്ങളാണ് ഉപയോഗിക്കുന്നത്. പ്രദേശത്ത് പുതുതായി താമസത്തിനെത്തുന്ന ആർക്കും ഈ കിണറ്റിൽ മോട്ടോർ സ്ഥാപിച്ച് വെള്ളമെടുക്കാം. അതിനാരുടെയും അനുമതി ആവശ്യമില്ല. എന്തിന് ഹസൻ മൗലവിയോട് പോലും ചോദിക്കേണ്ട.